Look at Golgotha. The side of Christ is open blood and water flow forth. This is not defeat. This is the hour of redemption. From the pierced side of the new Adam comes the life of the church, the water of baptism, the blood of the Eucharist. Now, go back to the upper room. The upper room and Calvary are one mystery. At Calvary, Christ offers himself once for all. In the Eucharist, that one sacrifice becomes sacramentally present. This is my body. This is my blood! ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ വിമോചന പ്രാർത്ഥനാ ശുശ്രൂഷയുടെ 28ാമത്തെ ദിവസത്തിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ഈ യാത്ര അനുഗ്രഹീതമായ ഒരു ആത്മീയ ശുശ്രൂഷയായിട്ട് മാറുകയാണ്. നിങ്ങളുടെ ആ പ്രാർത്ഥനകൾ, നിങ്ങളെടുക്കുന്ന അധ്വാനം, നിങ്ങളെടുക്കുന്ന പരിശ്രമം എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുപാട് വിലയുള്ളതായിട്ട് മാറും. നമ്മൾ ഒരു പ്രത്യേക ലക്ഷ്യം മനസ്സിൽ വെച്ച് നിരന്തരമായി നടത്തുന്ന യാത്ര, നിരന്തരമായി നടത്തുന്ന അധ്വാനം, അത് നമുക്ക് ഒത്തിരി ഫലം കൊണ്ടു തരും. നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ എന്നും സൂക്ഷിക്കണം. നമ്മൾ ഈ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയ ഗൗരവതരമായ ജീവിതാനുഭവങ്ങൾ, പ്രാർത്ഥനകൾക്ക് ഉത്തരം, അതുപോലെ വിഷമിക്കുന്ന, ഭാരപ്പെടുന്ന സാഹചര്യങ്ങൾക്ക് മോചനം, ഇതൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രെനുവസായിട്ട് നമ്മളെടുക്കുന്ന ഒരു എഫർട്ടിന് പ്രതിഫലമായിട്ട് ദൈവം തരും. എവിടെ നമ്മളൊരു ചെറിയ ആത്മീയ അധ്വാനം എടുത്താലും അതിനൊരു പ്രതിഫലം കർത്താവിൽ നിന്ന് ഉണ്ട്. കാരണം ദൈവം എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ ഏറ്റവും ചെറിയ, ഈശോ പറഞ്ഞില്ലേ, ഒരു മാത്രം വെള്ളം ശിഷ്യനെന്ന നിലയിൽ നിങ്ങൾ ഈ സഹോദരന്മാരിൽ ആർക്കെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല. അതായത് ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു ആത്മീയ അധ്വാനം അത് ദൈവം കാണാതെ പോവില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അതുണ്ടാവും. അത് എന്നും ഓർമ്മിക്കപ്പെടും. അതിന് ദൈവം പ്രതിഫലം തരികയും ചെയ്യും. നമുക്കതുകൊണ്ട് ആ ഒരു വിചാരത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാം. 28ാമത്തെ ദിവസത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുക്കുന്നത് യോഹന്നാൻ 15 ഈശോ പറയുന്ന ചില വാക്യങ്ങളാണ്. മുൻപ് ഒരു എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 13, 14, 15, 16, 17 ഒറ്റ രാത്രിയിൽ ഈശോ നടത്തിയ പ്രഭാഷണമാണ്. 13 മുതൽ 17 വരെ അധ്യായങ്ങൾ ഒരു രാത്രിയിൽ യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്നതാണ്. ആ രാത്രി വളരെ വ്യത്യസ്തതയുള്ള ഒരു രാത്രിയായിരുന്നു. ആ രാത്രി യേശു കുർബാന സ്ഥാപിച്ച രാത്രിയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുർബാനയ്ക്കിടയ്ക്ക് പുരോഹിതൻ നടത്തിയ പ്രസംഗം പോലെ തൻ്റെ മാളികമുറിയിൽ വെച്ച് താൻ നടത്തിയ അന്ത്യത്താഴ മേശയിൽ വെച്ചും തുടർന്ന് ഗത്സമൻ തോട്ടത്തിലേക്കുള്ള യാത്രയിലും ആ രാത്രിയിൽ ഒരു കുർബാന മധ്യേ യേശു നടത്തിയ പ്രസംഗമാണ് യോഹന്നാൻ 13 മുതൽ 17 വരെ അധ്യായങ്ങൾ. അതുകൊണ്ട് ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകണമെങ്കിൽ ഇത് കുർബാനയ്ക്കിടയ്ക്ക് നടന്ന ഒരു പ്രസംഗമാണെന്ന് നമ്മൾ കാണണം. ദിവ്യകാരുണ്യത്തിൻ്റെ അണ്ടർടോൺസ്, അതിൻ്റെ ആന്തരിക ധാരകൾ നമുക്ക് ഈ വചനങ്ങളിലെല്ലാം കാണാൻ പറ്റും. അത് ഏറ്റവും പ്രകടമായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് 15ാം അധ്യായത്തിൻ്റെ ആദ്യം 1 മുതലുള്ള വാക്യങ്ങൾ. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. 80ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ദൈവം ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത് ഒരു മുന്തിരിച്ചെടിയോടാണ്. 80ാമത്തെ സങ്കീർത്തനം, ഞാനതിൽ 1-2 വാക്യങ്ങൾ വായിക്കാം. വാക്യം 15, സ്വർഗത്തിൽ നിന്ന് ആദ്യം വാക്യം 8 ഞാൻ വായിക്കാം. ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു, ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. ഇനി 15ാമത്തെ വാക്യം,
സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത്ത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. ഇസ്രായേലിനെ വിശേഷിപ്പിച്ചിരുന്നത് മുന്തിരിവള്ളിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ ആ മുന്തിരിച്ചെടി നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചില്ല എന്ന ഒരു ആരോപണം പ്രവാചകന്മാർ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആരോപണം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് യെശയ്യ. അദ്ദേഹത്തിൻ്റെ ആ ആരോപണം നമ്മൾ വായിക്കുന്നത് യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലാണ്. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. ഇസ്രായേൽ എന്ന ദൈവം തിരഞ്ഞെടുത്ത ജനത ആ മുന്തിരിവള്ളി ശരിയായ ഫലം പുറപ്പെടുവിച്ചില്ല എന്ന ആരോപണം, അത് യെശയ്യ 5-ലാണ്. അതിന് 4-ാമത്തെ വാക്യം, എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരി പുറപ്പെടുവിച്ചത്? ഇത് ദൈവത്തിൻ്റെ ജനത നല്ല മുന്തിരി, നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിന് പകരം കാട്ടുമുന്തിരി പുറപ്പെടുവിച്ചു എന്ന ആരോപണം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ രണ്ട് പശ്ചാത്തലങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യേശു പറയുകയാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത ആ മുന്തിരിച്ചെടി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ ആ ജനതയിൽ നിന്ന് വരികയാണ്. അവൻ പറയുകയാണ്, നിങ്ങൾ നിറവേറ്റാതിരുന്നത് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ വിശ്വസ്തതയുള്ള ജീവിതം കൊണ്ട് പൂർത്തിയാക്കുകയാണ്. ഞാനാണ് സാക്ഷാൽ യഥാർത്ഥ മുന്തിരിച്ചെടി, ദൈവം പ്രതീക്ഷിച്ച മുന്തിരിച്ചെടി. എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്. ഇനി നിങ്ങളാരാണ്? യേശു പറയാണ്, ഞാനാണ് ആ മുന്തിരിച്ചെടി. യേശുവിൽ വിശ്വസിക്കുന്നവരാരാണ്? നിങ്ങൾ എൻ്റെ ശാഖകളാണ്. യു ആർ ദ ബ്രാഞ്ചസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഇമേജറിയെ കാണാൻ. ദൈവപിതാവ് പ്രതീക്ഷിച്ച നിലവാരത്തിലുള്ള ഒരൊറ്റ മുന്തിരിച്ചെടിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ ബ്രാഞ്ചസാണ്, ശാഖകളാണ് നമ്മൾ. ഇനി ഈ ഇമേജറി ഈശോ എക്സ്പാൻഡ് ചെയ്യുകയാണ്. എൻ്റെ ശാഖകളിൽ, അപ്പം നമ്മളാണ് ശാഖകൾ, നമ്മളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയും. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുകയും ചെയ്യും. അതായത് നമ്മൾ ഫലം കായ്ക്കത്തില്ലെങ്കിൽ വെട്ടിക്കളയും. ഫലം കായ്ക്കും എന്നുണ്ടെങ്കിൽ കൂടുതൽ വെട്ടി ഒരുക്കും. വെട്ടിക്കളയുന്നതും ഒരേ കത്തിയാണ്, വെട്ടി ഒരുക്കുന്നതും അതേ കത്തി കൊണ്ട് തന്നെയാണ്. അപ്പോൾ കർത്താവ് നമ്മൾ ഫലം തരുത്തില്ലെങ്കിൽ മുറിച്ചു കളയും, ഫലം തരുമെങ്കിൽ വെട്ടി ഒരുക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ഫലം ഉണ്ടാവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഈശോ വെക്കുകയാണ്. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ സ്വയം നിന്നാൽ ശാഖയ്ക്ക് ഫലം ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ നല്ലതുപോലെ ഇമേജറി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതായത് ഈ ശാഖ, ഈ ബ്രാഞ്ച് തന്നെ നിന്നാൽ അതിന് ഫലം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ശാഖ മുന്തിരിച്ചെടിയിൽ ചേർന്ന് ജീവനോടെ നിന്നാലേ അതിന് ഫലം പുറപ്പെടുവിക്കാൻ പറ്റൂ. കഥ പറയാണ്, എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. നമ്മൾ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാണ് ഈ ചിന്ത പങ്കുവെക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം ഇതാണ്. എന്തിനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈശോ എന്തിനാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. അത് നമ്മൾ യേശുവിനെ പോലെ ആകാനാണ് എന്നൊരു ഉത്തരമാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ ഭാഗം തരുന്നത്. നമ്മൾ അങ്ങനെ യേശുവിനെ പോലെ ഉള്ള ഒരു സ്വഭാവ രീതി നമ്മളിൽ പ്രകടമാകണമെങ്കിൽ, രൂപപ്പെടണമെങ്കിൽ നമ്മൾ യേശുവിൽ വസിക്കണം.
ഈ ഇൻ ഡ്വെല്ലിംഗ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. മ്യൂച്വൽ ഇൻ ഡ്വെല്ലിംഗ്. ഇപ്പോൾ എൻ്റെ ഇടത്ത് കൈയും എൻ്റെ വലത്ത് കൈയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് നമ്മളും ഇത് ഈശോയുമാണ് എന്ന് സങ്കല്പിച്ചാൽ ഈ ഇടത്ത് കൈയുടെ അകത്തേക്ക് വലത് കൈയും വലത് കൈയുടെ അകത്തേക്ക് ഇടത്ത് കൈയും വെച്ചാൽ ഇത് മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് ആണ്. അതായത് ഒന്നിൽ വസിക്കുകയാണ്. വലത്ത് കൈ ഇടത്ത് കൈക്കകത്തും ഇടത് കൈ വലത് കൈക്കകത്തും വസിക്കുകയാണ്. ഇങ്ങനെ ഒരു അബൈഡിങ്, ആ വാക്കാണ് അബൈഡ്. ആ അബൈഡിങ് ആണ് യേശു ഉദ്ദേശിക്കുന്നത്. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലും. അപ്പോൾ ഇങ്ങനെ വസിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റൂ. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ വസിക്കാൻ, ക്രിസ്തുവിലേക്ക് ഒന്നായി ചേരാൻ ഈശോ നമുക്ക് തരുന്ന വഴിയാണ് യേശുവിൻ്റെ ശരീരം സ്വീകരിക്കുക എന്നത്. അവൻ്റെ ശരീരം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളും അവനും ഒന്നാവും. ഞാൻ ഈ മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പല കാലങ്ങളിൽ പല രീതിയിൽ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യകാലങ്ങളിലൊന്നും അത് മനസ്സിലാവത്തില്ലായിരുന്നു. എങ്ങനെയാണ് ഈ നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലും വസിക്കുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് എനിക്ക് ധാരണകൾ വളരെ കുറവായിരുന്നു. എന്നാൽ പിന്നീട് എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലായത് ഒരു സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ കേട്ടപ്പോഴാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ പലതരം ലൈഫ് ഭൂമിയിലുണ്ട്. വെജിറ്റബിൾ ലൈഫുണ്ട്, സസ്യജീവൻ, ആനിമൽ ലൈഫുണ്ട്, ജന്തുജീവൻ, ഹ്യൂമൻ ലൈഫുണ്ട്, മനുഷ്യജീവൻ. ഉദാഹരണത്തിന് നമുക്ക് ഈ പുല്ല്, പശു, മനുഷ്യൻ. പുല്ല് സസ്യജീവനാണ്, പശു ജന്തുജീവനാണ്, മനുഷ്യൻ മനുഷ്യജീവനാണ്. പശു പുല്ല് തിന്നുന്നു, അതായത് ജന്തുജീവൻ സസ്യജീവനെ ആഹരിക്കുന്നു. അപ്പോൾ പശു പുല്ല് തിന്ന് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, പുല്ല് എവിടെ എന്ന് ചോദിച്ചാൽ, പുല്ല് പശു തിന്നു, പുല്ല് പശുവായി മാറി, അല്ലെങ്കിൽ പശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, പുല്ല് ഇപ്പോൾ എവിടെ, അത് പശുവായി മാറി. ഇനി മനുഷ്യൻ ഈ പശുവിനെ ഭക്ഷിച്ചാൽ, പശുവിൻ്റെ മാംസം ഭക്ഷിച്ചാൽ പശു പിന്നെ അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, പശു എവിടെ? പശു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, പശു മനുഷ്യനായി മാറി. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്: ലോവർ ഫോം ഓഫ് ലൈഫ് സസ്യജീവൻ ഈസ് അസിമുലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ് ജന്തുജീവൻ, അല്ലെങ്കിൽ ജന്തുജീവൻ ലോവർ ഫോം ഓഫ് ലൈഫ് അസിമുലേറ്റഡ് ഇൻ ടു ഹയർ ഫോം മനുഷ്യജീവനിലേക്ക്. അതായത് ലോവർ ഫോം വലിയ ഫോമായിട്ട് മാറും. സസ്യജീവൻ ജന്തുജീവനാവും, ജന്തുജീവൻ മനുഷ്യജീവനായിട്ട് മാറും. ഇത് ഭക്ഷിക്കുമ്പോൾ, പശു പുല്ല് തിന്നുമ്പോൾ പുല്ല് പശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി, മനുഷ്യൻ പശുവിനെ തിന്നുമ്പോൾ പശു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി. പ്രിൻസിപ്പിൾ ഇതാണ്: ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമുലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ ഭക്ഷിക്കുമ്പോഴോ ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ട്, പ്രിൻസിപ്പിൾ എന്താണ്? ലോവർ ഫോം ഹയർ ഫോമായിട്ട് മാറും. സസ്യജീവൻ ജന്തുജീവനായി, ജന്തുജീവൻ മനുഷ്യജീവനായി. നമ്മൾ ക്രിസ്തുവിനെ ഭക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ ഭക്ഷിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ ജീവൻ ഭക്ഷിക്കുമ്പോൾ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ക്രിസ്തു നമ്മളായി മാറുകയല്ല, നമ്മൾ ക്രിസ്തുവായി മാറുകയാണ്. ഹയർ ഫോമിലേക്കാണ് മാറുന്നത്. അതായത് ദൈവത്തെ ഭക്ഷിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പോലെ ആവണം. ദൈവത്തെ ഭക്ഷിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പോലെ ആവും. ഈ ഒരു കാഴ്ചപ്പാടിലാണ് ക്രിസ്തു നമ്മളിലും നമ്മൾ ക്രിസ്തുവിലും. നമ്മളാണ് യേശുവിനെ ഭക്ഷിക്കുന്നത്, പക്ഷെ നമ്മളപ്പോൾ യേശുവിലാവുകയാണ്. യേശു നമ്മളിലും ആവുന്നു, നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, നമ്മൾ യേശുവിലും ആകുന്നു. അത് വിശദീകരിക്കാനാണ് ഞാൻ നേരത്തെ ആ നാച്ചുറൽ വേൾഡിലെ ഒരു പ്രിൻസിപ്പിൾ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, പ്രിയപ്പെട്ടവരെ,
കർത്താവ് പറയുകയാണ് ഈ 15-ാം അധ്യായത്തിൽ, നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ 2 കാര്യങ്ങൾ നടക്കും. ഞാൻ നിങ്ങളിൽ വരും, നിങ്ങൾ എന്നിലും വരും. അങ്ങനെ നിങ്ങൾ എന്നിൽ വസിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുമ്പോൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. മുന്തിരിച്ചെടിയിൽ ശാഖ വസിക്കുമ്പോൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നമ്മൾ ക്രിസ്തുവിനെ ഭക്ഷിക്കുക, ദിവ്യകാരുണ്യം ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇത് ശരീരത്തിൽ ഒരു ഭക്ഷണം മാത്രമല്ല. നമ്മളത് വചന ശുശ്രൂഷയും അപ്പം മുറിക്കൽ ശുശ്രൂഷയും ഒക്കെ പിന്നീട് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഭക്ഷിക്കുന്നത്, ക്രിസ്തുവിൻ്റെ അവബോധമാണ് ഭക്ഷിക്കുന്നത്. എന്താ ഭക്ഷിക്കുന്നത്? ക്രിസ്തുവിനെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ആ ശരീരത്തിൻ്റെ ഭാഗമാണ് അവൻ്റെ ബ്രെയിൻ, അവൻ്റെ ചിന്ത. ആ ശരീരത്തിൻ്റെ ഭാഗമാണ് അവൻ്റെ ഇമോഷൻസ്, അവൻ്റെ വികാരങ്ങൾ. ആ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നമ്മുടെ ഭാഗമാവണം. എന്ന് വെച്ചാൽ അവൻ ചിന്തിച്ച പോലെ നമ്മൾ ചിന്തിക്കണം. അവന് ഉണ്ടായതുപോലെയുള്ള ആ സഹാനുഭൂതിയും എല്ലാ നല്ല വികാരങ്ങളുടെ ഏറ്റവും നല്ല രൂപങ്ങളും നമ്മളിൽ ആവിഷ്കരിക്കപ്പെടണം. അപ്പോൾ അതിന് നമ്മൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധ്യാനിക്കുകയും ശരീരത്തിൽ ഭക്ഷിക്കുകയും വേണം. ഇത് രണ്ട്, ഈ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ നാവിൽ ദിവ്യകാരുണ്യ അപ്പം സ്വീകരിക്കുക മാത്രമല്ല, അതിനു മുമ്പ് നമ്മൾ ഈ കർത്താവ് എന്താണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കണം. യേശുക്രിസ്തുവിൻ്റെ ശൈലി അനുകരിക്കണം. ഇവിടെയാണ് ഈ വചന വായനയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായി മാറുന്നത്. ദൈവവചനം ദഹിക്കാത്ത ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ ശരീരം ദഹിക്കില്ല. ഈ വചനം ദഹിച്ചവർക്ക് ദിവ്യകാരുണ്യം ദഹിക്കൂ. അല്ലെങ്കിൽ ദിവ്യകാരുണ്യം ഫലം പുറപ്പെടുവിക്കുന്നത് ക്രിസ്തുവിനെ അവബോധത്തിൽ ഏറ്റെടുത്തവർക്കാണ്. അപ്പോൾ മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യും. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയും. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ഈ ചിന്തകൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെന്നും ഈ ചിന്ത മനസ്സിൽ നമ്മൾ വെക്കണം. ഞാൻ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഞാൻ അവനിൽ വസിക്കുകയാണ്. ഞാൻ അവനിൽ വസിക്കുമ്പോഴാണ് എനിക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ഒരു മുന്തിരിച്ചെടി, അനേകം ശാഖകൾ. നമ്മൾ ഒറ്റ ശരീരമായി മാറി, ഒരു ജീവനായി മാറി, നമ്മുടെ ജീവനും അവൻ്റെ ജീവനും ഒരുപോലെയായി മാറി, അങ്ങനെ ഒരു ലയനമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനോട് അങ്ങനെ ഒന്നായി മാറാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധ കുർബാന എന്ന കൂദാശയാണിത്. അപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ അത്രയും ആഴമായ, നമ്മളത് പലപ്പോഴും തിരിച്ചറിയുന്നില്ലെങ്കിലും, പിന്നെ ഒരു കാര്യം കൂടെ ഞാനത് പറഞ്ഞു തീർക്കും മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് ഒരിക്കൽ ഒരു വെളിപാട് പോലെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ ഓർക്കണമെന്നില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, അതായത് ഈ കാര്യങ്ങളെല്ലാം നീ ഓർക്കുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും അത് ദൈവത്തിനും അറിയാം, പിശാചിനും അറിയാം. ദൈവത്തിനും അറിയാം, പിശാചിനും അറിയാം. അതായത് കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഇപ്പം ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലൊന്നും വന്നില്ലെങ്കിലും, നമ്മൾ ഈ കുർബാനയെ സംബന്ധിക്കുമ്പോൾ ഇതെല്ലാമാണ് നടക്കുന്നതെന്ന് കർത്താവിനും അറിയാം, പിശാചിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമർപ്പണം നമുക്ക് ഈ നമ്മൾ ദിവ്യാനത്തോട് നടത്തുന്ന ആ സമർപ്പണം, ആ സ്നേഹം, ആ അറ്റാച്ച്മെൻറ്റ് വലിയ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അതിന് നമുക്ക് കൂടുതൽ കൃപ കിട്ടട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ദിവ്യകാരുണ്യ ശരീരത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഈ നടത്തുന്ന യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് ഈ സഹാനുഭൂതി, അനുകമ്പ എന്ന് വെച്ചാൽ കമ്പാഷൻ.
അത് ഈശോയ്ക്ക് അത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയെന്ന് പറഞ്ഞിട്ടാണ് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് യോഹന്നാൻ അതുപോലെ മത്തായിയൊക്കെ പറയുന്നത്. അനുകമ്പ, കമ്പാഷൻ, നമുക്ക് വേദനിക്കുന്നവരോടുള്ള ഒരു കമ്പാഷൻ, അത് ആ പുണ്യം നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കാൻ പരിശ്രമിക്കാം. അത് നമ്മൾ മനുഷ്യരുടെ ജീവിതത്തെ കുറേ കൂടി എമ്പതിയോടുകൂടി കണ്ടാലേ അത് നമുക്കുണ്ടാവും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്, കഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ കുറേ കൂടി എമ്പതറ്റിക്കായിട്ട് നോക്കുമ്പോഴേ നമുക്ക് ആ ഒരു അനുകമ്പ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പുണ്യമാണ് ഭയങ്കര സെൽഫിഷായ, സ്വാർത്ഥമായ ഒരു ജീവിതം. അത് ഒഴിവാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാവുന്ന നല്ല ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, നീ കാണുന്നത് പോലെ ലോകത്തെ കാണാൻ എൻ്റെ കണ്ണുകളെ ശുദ്ധീകരിക്കണമേ. നീ കാണുന്നത് പോലെ, അതായത് ദൈവം എന്തുമാത്രം സ്നേഹത്തോടായിരിക്കും ലോകത്തെയും മനുഷ്യരെയൊക്കെ നോക്കി കാണുന്നത്. നീ കാണുന്നത് പോലെ ഈ ലോകത്തെ കാണാൻ എൻ്റെ കണ്ണുകളെ നീ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആർക്കെങ്കിലും ഒരാൾക്ക് അവരുടെ കണ്ണുനീരിൽ ആശ്വാസമാകുന്ന ഒരു പ്രവൃത്തി, ഒരു ജെസ്ചർ, അത് ഒന്ന് ചെയ്യാൻ സാധിക്കുന്നിടത്തോളമൊക്കെ ഇന്നൊന്ന് പരിശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല കർത്താവെ, അങ്ങേ ഒരിക്കൽ കൂടി ആരാധിക്കാൻ തന്ന കൃപകൾക്കായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഇന്ന് ദിവ്യകാരുണ്യ പ്രാർത്ഥനയുമായി കർത്താവെ ഈ ദിവസം ഒരുമിച്ച് കൂടുമ്പോൾ, പരിശുദ്ധവാനുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, കർത്താവെ, അങ്ങ് മുന്തിരിച്ചെടിയാണ്, ഞങ്ങൾ ശാഖകളാണ്. ഞങ്ങൾ അങ്ങയിൽ വസിക്കാതെ ഫലം പുറപ്പെടുവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. മുറിച്ച ശാഖ പോലെ ഞങ്ങൾ എറിയപ്പെടേണ്ടി വരും. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ വസിച്ചാൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും. പിതാവ് സന്തോഷിക്കും. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. അനേകർ യേശുവിനെ അറിയാനിടയാവും. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ വസിക്കാൻ, ഞങ്ങൾ അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ, ഞങ്ങൾ അങ്ങയുടെ അവബോധം ഭക്ഷിക്കാൻ, ഞങ്ങൾ അങ്ങയെ ധ്യാനിക്കാൻ, ഞങ്ങളുടെ മുൻപിലും പിൻപിലും ഇടത്തും വലത്തും എപ്പോഴും എല്ലാ വശത്തും അങ്ങയെ കാണാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ചേരുന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഈശോയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല. കർത്താവ്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവരെ പിശാച് തൊടുകയില്ല. സാത്താൻ അവകാശമില്ല. യേശുവിൻ്റെ രക്തത്താൽ പാപത്തിൽ നിന്ന് മോചനം, ശാപത്തിൽ നിന്ന് മോചനം, പൈശാചിക ശക്തികളിൽ നിന്ന് മോചനം, എല്ലാ അടിമപ്പെടുത്തുന്ന ശക്തികളിൽ നിന്നും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം. അത് ഞങ്ങൾ നേടാൻ നല്ല കർത്താവ് അങ്ങയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ അങ്ങിൽ നിന്ന് വേർപെട്ടു പോകുമ്പോഴെല്ലാം ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങൾ ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകാൻ ഇടയാവരുതേ. അങ്ങൊരു ദൗർഭാഗ്യത്തിൽ ഉൾപ്പെടാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരവസ്ഥ വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. ഇവരുടെ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളിൽ കർത്താവിനെ കടന്നു വരണമേ. ഈ പ്രാർത്ഥനാ ദിവസങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഗ്രഹങ്ങൾ കിട്ടുന്ന ദിവസങ്ങളാക്കി മാറ്റണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനകളോടെ നമുക്ക് കർത്താവിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കാം. കാരുണ്യവാനായ കർത്താവ് എപ്പോഴും യേശുവിനോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കർത്താവിൻ്റെ സ്നേഹം നിങ്ങളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കട്ടെ. ലോകത്തെയോ ലോകവസ്തുക്കളെയോ സ്നേഹിക്കാതെ പിതാവിനെ സ്നേഹിക്കാൻ, യേശുവിനെ സ്നേഹിക്കാൻ, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ കർത്താവ് നിങ്ങൾക്ക് ദൈവകൃപ പ്രദാനം ചെയ്യട്ടെ. ഒരിക്കലും യേശുവിൽ നിന്ന് വേർപെട്ടു പോകാൻ നിങ്ങൾക്ക് ഇടയാകാതിരിക്കട്ടെ. എപ്പോഴും അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ നിങ്ങൾക്ക് കൃപ ലഭിക്കട്ടെ. കർത്താവിൽ നിന്ന് നോട്ടം മാറുന്ന നിമിഷങ്ങളിലെല്ലാം ദൈവാത്മാവ് നിങ്ങളെ കർത്താവിലേക്ക് തിരികെ മടങ്ങാൻ സഹായിക്കട്ടെ. പാപത്തിൽ വീണുപോകാതെ ദൈവം നിങ്ങളെ പൊതിയട്ടെ. കൃപയിൽ കർത്താവ് നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. അനർത്ഥങ്ങളും ആപത്തുകളും അപകടങ്ങളും മാറാരോഗങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവം ആശ്വാസത്തിൻ്റെ കരം എപ്പോഴും നിങ്ങളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.